ഹായ് ട്രേഡേഴ്സ്. നമുക്കിന്ന് WTI USD ക്രൂഡിൻ്റെ സ്ട്രാറ്റജി നോക്കാം. ഇന്നിപ്പം പ്രത്യേകിച്ച് പറയാനുള്ള CPI ഡാറ്റ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിലും വളരെ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നലെ ക്രൂഡിൻ്റെ പ്രൈസ് താഴേക്ക് വന്ന് 65.836 65,836 വരെ 65,836 അതുവരെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് റീട്രേസ്മെൻ്റ് എടുത്ത് ഇപ്പോൾ 65,677 ഡോളർ നിൽക്കുന്നു. അപ്പം ബെയറിഷിനെയാണ് പല പ്രമുഖന്മാരും പല എക്കണോമിസ്റ്റുകളും പറയുന്നത്. താവോ അതുപോലെ തന്നെ മറ്റ് എക്കണോമിസ്റ്റുകൾ പറയുന്നത് ബെയറിഷാണ്. പക്ഷെ ആ റേഞ്ചിൽ ഇപ്പം 65, 66, 67 ആ റേഞ്ചിൽ ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് നോക്കാം, ലെവൽസ് നോക്കാം. അതിന് മുമ്പ് ഡോളറിൻ്റെ ഇന്നത്തെ ഇൻഡെക്സ് 98.00 നിൽക്കുന്നു. അത് 12.12% ലോസിലാണ്, നഷ്ടത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് CPI ഡാറ്റ വരാനുള്ളത് 4:30 കോർ CPI മന്ത്ലി, CPI മന്ത്ലി, പിന്നെ CPI ഇയർലി, അതുപോലെ തന്നെ CPI ഇയർലി, പിന്നെ അതുപോലെ തന്നെ എംപയർ സ്റ്റേറ്റ് മാനുഫാക്ചറിംഗ് ഇൻഡെക്സ് അതും വരാനുണ്ട്. ഇങ്ങനെ 4 ഡാറ്റ വരാനുണ്ട് 4:30 UAT. പിന്നെ നമുക്ക് ഇമ്മീഡിയറ്റ് ലെവൽസിലേക്ക് നോക്കാം. ഇമ്മീഡിയറ്റ് ലെവൽ വരുന്നത് റെസിസ്റ്റൻസ് 66, 66.04 ആണ്. 66.04, പിന്നെ 66.62, പിന്നെ 67.09 ഈ 3 ലെവൽസാണ്. പിന്നെ സപ്പോർട്ട് വരുന്നത് 65.44, 65.29, 65.12 ഇതാണ് സപ്പോർട്ട്. ഇന്നത്തെ WTI ഡേ ട്രേഡേഴ്സിലെ റെസിസ്റ്റൻസ് 60.09 പിന്നെ തുടങ്ങുന്നു. അത് കഴിഞ്ഞ് 68.28, 69.25 വരെ മാക്സിമം പോയാൽ പോകുമെന്ന് പറയുന്നത് മൂന്നാമത്തെ റെസിസ്റ്റൻസാണ്. ഈ റെസിസ്റ്റൻസ് പറയുമ്പോൾ ഒരിക്കലും ഒറ്റയടിക്ക് 67 പിന്നെ 68, പിന്നെ 69 അങ്ങനെ പോകത്തില്ല. ഒരു റെസിസ്റ്റൻസ് എത്തി അവിടുന്ന് ഒരു റിട്രേസ്മെൻ്റ് എടുത്ത് ചിലപ്പോൾ സപ്പോർട്ട് വരെ ഇറങ്ങി വീണ്ടും അങ്ങനെ കയറി ഇറങ്ങിയാണ് എപ്പോഴും മാർക്കറ്റ് പോകുന്നത്. ഒറ്റയടിക്ക് പോകുന്നതെന്ന് വെച്ചാൽ ന്യൂസുകളോ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ സംഭവങ്ങളോ അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും ഇഷ്യൂസുകളോ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അങ്ങനെ മാർക്കറ്റ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനുള്ള സപ്പോർട്ട് ഡേ ട്രേഡേഴ്സിൻ്റെ സപ്പോർട്ട് 65.12, 64.66, പിന്നെ 64.18 ഇത്രയാണ്. അപ്പോൾ 64.18ൻ്റെയും 69.25ൻ്റെയും ഇതിൽ ഗ്യാപ്പിൽ നമുക്ക് എന്തായാലും ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ലെവൽ സപ്പോർട്ടും റെസിസ്റ്റൻസും മനസ്സിലാക്കി നിങ്ങൾ ഇക്വിറ്റി സേഫ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക്, അതായത് റിസ്ക് മാനേജ്മെൻറ്റ്, നിങ്ങൾ ഇക്വിറ്റി സേഫ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ റേഞ്ചിൽ നിന്നുകൊണ്ട് ഓരോ ദിവസവും ഞാൻ പറയുന്ന ആ റേഞ്ചിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇനി അതല്ല, ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ന്യൂസോ കാര്യങ്ങളോ പെട്ടെന്ന് വരികയാണെങ്കിൽ ഇത് വന്നിട്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്റ്റോപ്പ് ലോസ് വെച്ച് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇത് അവസാനിപ്പിക്കാം, ട്രേഡ് അവസാനിപ്പിക്കാം. അത് പിന്നെ ലോസോ പ്രോഫിറ്റോ അത് നോക്കിയിട്ട് കാര്യമില്ല. പെട്ടെന്ന് വരുന്നതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതല്ലാതെ ഈ ഒരു റേഞ്ചിൽ നിന്നിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രേഡ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ക്രൂഡിനെ പറ്റിയുള്ള സ്ട്രാറ്റജി ന്യൂസുകൾ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ കാണിക്കാം. അതിൽ വരുന്നത് നേരത്തെ ഞാൻ കാണിച്ചായിരുന്നു. 65.60 അല്ലെങ്കിൽ 65.50 ആ ഒരു റേഞ്ചാണ് അവർ ന്യൂസും പറയുന്നത്. ഇപ്പം ഇന്ന് ബെയറിഷ് തന്നെയാണ്
ന്യൂസിലും കാണിക്കുന്നത്. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക, ന്യൂസുകളൊക്കെ വാച്ച് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.